അവിടെ ഒരു കപ്പ് ഉണ്ടോ? സോ ദിസ് വാസ് ദ സംതിങ്. മൂത്രിക്കാൻ പോകണം. മുട്ടി നിൽക്കാണ് ആക്കാരം. ഇവന് ഇവിടുത്തെ ടോയ്ലറ്റ് അറിയാന്ന് പറഞ്ഞ് കൊണ്ടുപോകണ്ടേ. ഏതൊരു മുക്കിലാണെന്നാ പറഞ്ഞത്. അതെല്ലായിടത്തും ഉണ്ടാവും മുക്കിലൊരു ടോയ്ലറ്റ്. എങ്ങോട്ടോ പോകുന്നുണ്ട്. അടി കിട്ടാണ്ടെന്നാ ഭാഗ്യം. നല്ല കുട്ടികളെന്നാ പറഞ്ഞു. നേരെ ലേഡീസിന്റെ ബാത്റൂമിൽ കൊണ്ടുപോകണം. ലേഡീസിന്റെ ബാത്റൂമിൽ കൊണ്ടുപോകണം. അപ്പൊ എല്ലാവരും മൂത്രിക്കാൻ വേണ്ടി പോവാണ്. അല്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും തലഞ്ഞാണ്. ഒരു സാറിനോട് ഞങ്ങൾ ചോദിച്ചു മൂത്രപ്പാടെയാണ്. അയാൾ പറയാ വാണെങ്കിൽ കണ്ട് തപ്പി പിടിച്ചോ. എൻ്റെ ആ ഫ്രണ്ട്സിനോട് ചോദിച്ചു. ഓരോ ഫസ്റ്റ് ടൈം അല്ലടാ അല്ലേ? എന്താ അങ്ങനെ മാത്രല്ല ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ബോർഡ് ശ്രദ്ധിച്ചത്. ക്ലാസ് റൂമല്ല, അപ്പുറത്ത് ജെൻസ് ടോയ്ലറ്റ് തലയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഫുള്ള് തലയിൽ ആക്കണത്. ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ബോർഡ് ഉണ്ടോ? തല തിരിച്ച് വെച്ച് ചെറിയൊരു പ്രശ്നമായി. LGBT പേപ്പർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്താ എടുത്തിട്ട് സെറ്റ് ചെയ്യാനാണ് നോക്കണം. എല്ലാവരും പോസ്റ്റാണ്. അർജുന LGBT പേപ്പറിൽ കളി മൂഞ്ചി പോകണം. LGBT പേപ്പറൊന്നും ഇല്ല. ബസ് എവിടെത്തിണ്ടാവും ചെയ്യാന്നറിയില്ല. ഒരു 5 നൈസ് റോഡുണ്ട്. ഇരട്ട വല്ല നടക്കില്ല. അടുപ്പിച്ച് ഇരട്ട വല്ല എടുക്കുള്ളൂ. അതാണ് പ്രശ്നം. മൂഞ്ചി വാളി. അപ്പോൾ അവർ പ്രിൻ്റ് എടുക്കാൻ എടുത്തിട്ട് അവർ പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുണ്ടല്ലേ? പിന്നെന്താ പ്രിൻ്റ് എടുത്തിട്ട് കളി ജയിക്കുമല്ലോ. കോൺഫിഡൻസ് ഇല്ലാതെ നിന്നിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ ഈ വ്ളോഗ് എടുക്കണ എല്ലാവർക്കും നോക്കുക. ഞാൻ മെയിൻ അല്ലടാ. എല്ലാവരും ചോദിക്കാൻ ഞാൻ വലിയ പ്ലെയറാണ്. അതെന്താടാ? എല്ലാവരും നോക്കട്ടാ. അതല്ലേ നമുക്ക് വേണ്ടത്. നോക്കണ്ടേ? നോക്കണം. ഞങ്ങള് സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടി പുറത്തു. ഈ വെയിലത്തിരുന്ന് കളിച്ച സീനല്ലേ? ATM സ്കാനർ ഉണ്ടായാൽ മതി. പ്രീപെയ്ഡ് എന്നാ പൈസ കൊടുക്കണത്. കയ്യിൽ പൈസ ഒന്നുമില്ല. നമ്മൾ ദരിദ്രമാണ്. ബാംഗ്ലൂരിലെ ലൈഫ് ഉണ്ട് അങ്ങനല്ലേ? അവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് കൊടുക്കുക അല്ലേ? സോ നടക്കുക. രണ്ടാമത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. പ്രിൻ്റ് എടുത്ത് മരിച്ചു. എന്തെങ്കിലും നടന്നാൽ മതി. ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നടക്കേണ്ടതാണ്. ഫസ്റ്റ് മാച്ച് തുടങ്ങിയില്ലേ? ഫസ്റ്റ് മാച്ച് തുടങ്ങി. ഗേൾസ് ആണ്. ഇത് മിക്സഡ് ആണെങ്കിൽ സെറ്റ് ആയി. പൊളി കളിയാണ്. എന്താ പറഞ്ഞേ? ഫസ്റ്റ് കളി 2-0 നമ്മൾ ജയിച്ചു. നമ്മൾ പൊട്ടിച്ചു 2-0. സോ നെക്സ്റ്റ് മാച്ച് നോക്കണം. അർജുനെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ മികച്ച പ്രകടനമായിരുന്നു. ഞങ്ങൾ 2-0 ജയിച്ചു. പിന്നെ അർജുൻ 4 ഗോള്, ഞാൻ 4 ഗോൾ അടിച്ചു. പക്ഷെ ഞങ്ങൾ 2 ഗോളിൽ ജയിച്ചത്. 2 ഗോള് അല്ല സാലി ഇങ്ങനെ ഗംഭീരമായ ഒരു ഗോൾ അടിച്ചു. എന്താ പറയാ? കളി നല്ല കളിയാണ്, കുഴപ്പമില്ല. ബോൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോ ചെയ്യണ്ടേ? ഫുൾ റിച്ച് ആണ്. അല്ല സെറ്റാണ്. ആ മുടിയേറ്റം കളിച്ചുണ്ടോ? അപ്പൊ കളി കഴിഞ്ഞ്
എല്ലാവരും വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് 13ാമത്തെ കളി അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നപ്പോൾ തന്നെ 10ാമത്തെ കളിയായി. അപ്പോൾ ഇന്ന് കളിയില്ലാന്നാണ് പറഞ്ഞത്. സോ നാളെ രാവിലെ മുതൽ വന്ന റിപ്പോർട്ട് നാളെ സെക്കൻഡ് ലോറി നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി വണ്ടി നമ്മള് കൈയാട്ടി നിർത്തി പോവാണ്. ഇല്ല കാശ് കിട്ടോക്കത് മടുത്തിട്ട് വ്ളോഗില്ല അടി എന്തോ വണ്ടിക്ക് കൈയാട്ടെ നടക്കുക ബസ്സിന് പോലുള്ള മടിയുണ്ട്. അപ്പൊ ഒരു ലോറി ഇട്ടിട്ടുണ്ട്. ഇത് എവിടെ എത്തുന്ന അറിയില്ല, നോക്കാം. എല്ലാം ഒരിക്ക ആൾക്കാരുണ്ട് എന്തായാലും. തിരക്കിലാണ്. എന്താവുന്നല്ല ഫൈൻ അടിച്ച് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ലായിട്ട് ബസ്സിന് പോരാ പുറത്ര. അപ്പൊ ഓരോന്ന് പറഞ്ഞാണ്ട് പോയിട്ടില്ല. അപ്പൊ നമ്മൾ മാഗടി റോഡ് എത്തിയിട്ടുണ്ട്. കിട്ടൂല എങ്ങനെയാ ഞങ്ങള് 6 മണിക്ക് ഇറങ്ങി. സോ ഇപ്പൊ ടൈം എത്രയാന്ന് വെച്ചാല് സമയം 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങള് 10 കിലോമീറ്റർ നൈസ് റോഡ് വന്നു. അതായത് 1 മണിക്കൂറിന്റെ ബ്ലോക്ക്, 1 മണിക്കൂറിന്റെ ബ്ലോക്ക്. ഇവിടുന്നുണ്ട് നമുക്ക് 2-3 കിലോമീറ്റർ നടക്കാൻ റൂട്ടിലോട്ട്. സോ അയാള് 300 രൂപ ചോദിക്കുന്നുണ്ട്. അറിയില്ല 300 റുപ്പീസ് അവർ ചോദിക്കുന്നുണ്ട്. വളരെ വളരെ നീ പറ എന്താണ്? വളരെ മുഞ്ചിയ അവസ്ഥയാണ്. ഗ്യാസിന്റെ വണ്ടിയിൽ അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല, പക്ഷെ എങ്ങനെയൊക്കെ അവിടെ എത്തി. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ പറയാ ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്താകുന്നു. ജസ്റ്റ് അഡ്വഞ്ചർ ട്രിപ്പ് അങ്ങനെ കാണുന്നത്. ഈസ്റ്റ് വെസ്റ്റിന്റെ ഓരോ പ്രസിദ്ധികളല്ല. എന്തായാലും പൊട്ടിത്തെറിച്ചാൽ മരിക്കൂല വൈര. അർജുൻ അങ്ങനെ പറഞ്ഞല്ലോ, ഫ്രണ്ട്ലി ഗ്യാസ് എങ്ങനെയായാലും പൊട്ടിത്തെറിച്ചാൽ മരിക്കും. അതറിയാം. ലോറല്ലേ ഗ്യാസിന് കാണിച്ചു പോവാ. ഉറങ്ങല്ലേ അവിടെ 1.5 മണിക്കൂറിന്റെ ബ്ലോക്ക് തന്നെയാണ്. നല്ല ട്രിപ്പായിട്ടാണ്. ചെക്കന്മാര് വിളിക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട് പൈസക്ക്. കോളേജിൽ നിന്ന് ചിലവര് ഫണ്ട് തന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് പോരാ. 16 രൂപയ്ക്കുള്ള ഫുഡും കണ്ടാ റോളും അങ്ങനത്തെ ഓരോ സീനാണ്. ഫണ്ട് റോൾ ചെയ്യുന്നുണ്ട്, അറിയില്ല. എല്ലാവരും കൊടുത്തിട്ട് ഇയാളെ വിട്ടിട്ട് വേണം കുറച്ച് നടക്കാണ്ട്. നടന്നാ പോവാം. ഇത് ഉറങ്ങിയില്ലേ? നല്ല രീതിക്ക് ഉറങ്ങിയ ആൾക്കാരുണ്ട്, ഉറങ്ങാതിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും നടന്നു പോയി. ഞാനും ഊബർ വിളിച്ച് ഓട്ടോറിക്ഷയിൽ പോകാം. നടക്കാൻ വയ്യ, തലവേദനുണ്ട്, തൊണ്ടവേദനുണ്ട്. സോ പിന്നെ എന്താ കളിനെ കുറിച്ച് അഭിപ്രായം? കോളേജ് കുഴപ്പമൊന്നുമില്ല, കോളേജ് നൈസൊക്കെ തന്നെ. പക്ഷേ സ്പോർട്സിന് നമുക്ക് ഫുട്ബോളിന് ഇവർ തീരെ സപ്പോർട്ട് ചെയ്യില്ല. അത്ര പ്രശ്നമുണ്ട്, വേറെ സീനാണ്. ആ ഒരു പ്രശ്നമില്ല, വേറൊരു സീനും ഇല്ല. ഫുട്ബോളിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഫുട്ബോൾ യൂണിവേഴ്സിറ്റീന്റെ കളിനാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി തരാൻ വേണ്ടി ബസ് വന്നു. അപ്പോൾ ബസ്സിന് ഞങ്ങൾ 200 റുപ്പീസ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക ചെയ്ത്. സോ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങള് ലോറി പിടിച്ച് വന്നു. അതാ അവസ്ഥ. ആ ഒരു പ്രശ്നമുള്ളൂ. ഫുട്ബോളിന് മാത്രമാണ് തോന്നുന്നത്. ക്രിക്കറ്റിന് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ വന്നിട്ട് തന്നെയാണ് ഫുട്ബോളിന് അത്യാവശ്യം കപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു അല്ലേ? നമ്മുടെ ബാച്ചിലെ ഫസ്റ്റ് ടൈം ഈസ്റ്റ് വെസ്റ്റിൽ അത്യാവശ്യം കപ്പും കാര്യങ്ങളൊക്കെ
നമ്മളെ ബാച്ചാണ് എടുത്തു കൊടുത്തത് ഈസ്റ്റ് നമ്മുടെ ഈ ഒരു ടീം. അപ്പൊ എന്താ ഇനിയിപ്പോ വേറൊന്നും പറയാല്ല. ശരിയെന്നാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യൊന്നുമില്ല, ചുമ്മാ ഉണ്ടാക്കിയ വീഡിയോ. അപ്പൊ ശരി.